മെറിറ്റ് അട്ടിമറിച്ച് സ്വകാര്യ നഴ്സിംഗ് കോളേജ് സ്വന്തം നിലയിൽ അഡ്മിഷൻ നടത്തിയതിൽ നടപടിയെടുക്കാനിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. അധികം 30 സീറ്റിൽ പൂർണ്ണമായും അഡ്മിഷൻ നടത്തിയ മേഴ്സി കോളേജിനെതിരെ നടപടി എടുക്കും. ശ്രീ അയ്യപ്പയ്ക്ക് 45 സീറ്റ് അനുവദിച്ചതിൽ അന്വേഷണം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും 24 പുറത്തു കൊണ്ടുവന്നൊരു വാർത്തയാണിത്. അതിലൊരു ഇടപെടലുണ്ടാകുന്നു ആരോഗ്യവകുപ്പിന്റെ, അതിൽ നടപടി ഉണ്ടാകാൻ പോകുന്നു എന്നൊക്കെ അറിയുന്നതിൽ അതിൽ സന്തോഷവുമുണ്ട്. എ വി ജയശങ്കറാണ് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചെയ്യുന്നത്. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. നമ്മൾ കൊണ്ടുവന്ന ഒരു വാർത്ത, അതിൽ നടപടി ഉണ്ടാകാൻ പോകുന്നു. ആരോഗ്യവകുപ്പ് ഏത് തരത്തിലുള്ള നടപടിയാണ് ഇതിലെടുക്കുക? ഇതുവരെ എന്തൊക്കെ ക്രമക്കേടുകളാണ് ഇതിൽ കണ്ടെത്തിയിട്ടുള്ളത്? ഗുഡ് മോർണിംഗ് പ്രജിൻ ആൻഡ് ക്രിസ്റ്റീന. എന്തായാലും 24 പുറത്തു കൊണ്ടുവന്ന ഒരു വാർത്തയാണ്. ആ വാർത്തയിൽ നടപടി ഉണ്ടാകുമെന്നാണ് നമ്മൾ നിലവിൽ അറിയുന്നത്. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയായിട്ട് ഞാൻ തന്നെ സംസാരിച്ചിരുന്നു. ആ ഒരു ഘട്ടത്തിൽ അവർ പറഞ്ഞത് ഈ വാർത്ത കണ്ടതനുസരിച്ച് പ്രത്യക്ഷമായി തന്നെ ഇതിൽ ഗുരുതരമായ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ അട്ടിമറിയുമായി ബന്ധപ്പെട്ട് ഉന്നതതല അന്വേഷണം തന്നെ നടത്തുമെന്നാണ് ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്തായാലും ഇതിൽ ഈ ആരോഗ്യവകുപ്പ് ഡയറക്ടർ തന്നെ അല്ലെങ്കിൽ ഉപഡയറക്ടർ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താനുള്ള ഒരു സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഒരുപക്ഷെ ഈ അനുവദിച്ച സീറ്റുകൾ തന്നെ ഒരുപക്ഷെ സർക്കാർ റദ്ദാക്കിയേക്കുമെന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ. എന്തായാലും ഇതെല്ലാം തന്നെ അന്വേഷണത്തിന് ശേഷമായിരിക്കും ഉണ്ടാവുക. വലിയൊരു ഞെട്ടിക്കുന്ന വാർത്തയാണ് നമ്മൾ കൊണ്ടുവന്നത്. കാരണം 2 നഴ്സിംഗ് കോളേജുകളിൽ മെറിറ്റ് സീറ്റ് പൂർണ്ണമായും മാനേജ്മെൻറ്റിലേക്ക് പോകുന്നു. അത്രയും കുട്ടികൾക്ക് സർക്കാർ കോട്ടയിൽ പഠിക്കേണ്ട അവസരം നഷ്ടപ്പെടുന്നു. അങ്ങനെ വലിയൊരു സംഭവമാണ്. 2 മെഡിക്കൽ കോളേജുകളുടെ വാർത്തയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ള വിഷയത്തിൽ ഒരു അന്വേഷണം നമ്മുടെ ഭാഗത്തും കൃത്യമായി നടക്കുന്നുണ്ട്. സർക്കാരും ഇത് പരിശോധിക്കും. അത്തരത്തിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് പോകുന്നുണ്ട്. ഏത് തരത്തിലായിരിക്കും സർക്കാർ ഇതിൽ നടപടിയെടുക്കുക എന്നുള്ളൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ കൃത്യമായൊരു അന്വേഷണം ഉണ്ടാകുമെന്ന് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ശരി. എ വി ജയശങ്കറാണ് വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേർന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ കൃത്യമായ നടപടികൾ എടുക്കട്ടെ, ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടാവാതിരിക്കട്ടെ.